എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരിക്കൽ കൂടി ഇന്നിവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അഷ്ടമഭാവത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ദുഷ്ഭാവം എന്നാണെന്നുള്ളത് നമ്മൾ അഷ്ടമഭാവത്തിനെ പറയുക. അപ്പോൾ അഷ്ടമഭാവത്തിനെ കുറിച്ച് നമുക്ക് രോഗചിന്തയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം 8-ൽ രവിയാണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, രക്തസമ്മർദ്ദം, കണ്ണിന് അസുഖം. 8-ൽ ചന്ദ്രൻ നിന്നാൽ മാനസിക അസ്വസ്ഥതയും ശരീരത്തിൻ്റെ അന്തർഭാഗത്തുള്ള ഗ്രന്ഥികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, പാൻക്രിയാസ്, തൈറോയിഡ്, കഫാധിക്യം, വലിവ്, അതിസാരം മുതലായവ. 8-ൽ കുജൻ നിന്നാൽ രക്തസംബന്ധമായ അസുഖം, ക്യാൻസർ, സ്മോൾ പോക്സ്, സർജറി, അപ്പൻഡിക്സ്, എല്ലുരോഗം മുതലായവ ഫലം. 8-ൽ ബുധൻ നിന്നാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ്. ത്വക്ക് രോഗങ്ങൾ, കഠിനമായ പനി, പകർച്ചവ്യാധികൾ, അപസ്മാരം, ചുഴലി, ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ബുദ്ധിഭ്രംശം, ഇങ്ങനെ ഫലം. 8-ൽ ഗുരു നിന്നാൽ മജ്ജസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കൊഴുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് കൊളസ്ട്രോൾ, അങ്ങനെയുള്ള അസുഖങ്ങൾ. 8-ൽ ശുക്രൻ നിന്നാൽ കിഡ്നി സംബന്ധമായ അസുഖം, ബ്ലാഡർ, സ്റ്റോൺ, ലിവർ സംബന്ധമായ അസുഖങ്ങൾ, ജനനേന്ദ്രിയങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ. 8-ൽ ശനി നിന്നാൽ പക്ഷാഘാതം, വാദം, തണുപ്പ് കൊണ്ടുള്ള അസുഖങ്ങൾ, വായു സംബന്ധമായ അസുഖങ്ങൾ. അഷ്ടമാധിപൻ ലഗ്നത്തിലോ ലഗ്നാധിപൻ അഷ്ടമത്തിലോ നിന്നാൽ ദാരിദ്ര്യമാണ്. കൂടാതെ വഴക്ക്, കേസ്, ശിക്ഷ. 8-ാം ഭാവാധിപൻ 4-ൽ വന്നാൽ കുടുംബ കേസ്, കുടുംബ വഴക്ക്. 7-ാം ഭാവാധിപൻ 8-ൽ അഷ്ടമത്തിൽ വന്നാൽ ജീവിത പങ്കാളിയോട് വഴക്ക്, ശത്രുത. ലഗ്നാധിപനും അഷ്ടമാധിപനും ഒന്നായാൽ കുജൻ അഥവാ ശുക്രൻ മാത്രം നിന്നാൽ ദോഷമില്ല. അഷ്ടമത്തിൽ പാപികൾ നിൽക്കുകയും പാപദൃഷ്ടി ഉണ്ടാവുകയും ഭാവാധിപൻ ദുസ്ഥാനത്ത് പോവുകയും ചെയ്യുന്നത് ഭാവത്തിൽ കൂടുതൽ ദോഷം വരുന്നത് വഴി ഭാവത്തിൽ നാശം സംഭവിക്കുന്നു എന്നാണ്. ഇത് പക്ഷേ ജാതകന് നല്ലതാവുന്നു, ദീർഘായുസ്സുണ്ടാവും. 8-ൽ പാപികൾ, പ്രത്യേകിച്ച് ശനിയുണ്ടെങ്കിൽ ദീർഘായുസ് തീർച്ചയായിട്ടും ഉണ്ടാവും. 8-ൽ ശുഭഗ്രഹം, അതായത് വ്യാഴം നിന്നാൽ മധ്യായുസ്സാണ്. അപ്പോൾ ഇതാണ് 8-ാം ഭാവത്തിനെ കൊണ്ട് നമ്മൾ രോഗചിന്തകൾ ചിന്തിച്ച് ഫലം പറയുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ 8-ാം ഭാവാധിപൻ 12 രാശികളിൽ നിന്നാലുള്ള ഫലം പറയുന്നതായിരിക്കും. ഹരി ഓം.